മാവാം ദൈവമേ വരണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാർച്ച് 16-ാം തീയതി ഇന്നത്തെ വിശുദ്ധ ബലിമധ്യേ നമ്മുടെ വിചിന്തനത്തിന് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 43 മുതൽ 54 വരെയുള്ള വാക്യങ്ങളാണ്. രാജ്യസേവകൻ്റെ മകനെ ഈശോ സുഖപ്പെടുത്തുകയാണ്. മനുഷ്യൻ്റെ നിരാശയിലും പ്രത്യാശ നൽകുന്ന വ്യക്തി യേശുവാണ്. നമ്മുടെ സങ്കടങ്ങളിൽ, നമ്മുടെ വേദനകളിൽ നമുക്ക് പ്രത്യാശ നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന വ്യക്തി യേശുവാണെന്ന് സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈശോയുടെ ശാരീരികമായ സാന്നിധ്യം കൊണ്ട് മാത്രമേ സൗഖ്യമുണ്ടാകുള്ളൂ എന്ന ആ രാജ്യസേവകന്റെ ചിന്തയെ ഈശോ ഇവിടെ തിരുത്തുന്നുണ്ട്. കാനായും കഫർനാമും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 45 കിലോമീറ്ററാണ്. കഫർനാമിൽ നിന്നാണ് ഈ രാജ്യസേവകൻ ഈശോയുടെ അടുക്കലേക്ക് വരുന്നത്. അകലങ്ങൾ ദൈവത്തിൻ്റെ ഇടപെടലിന് ഒരിക്കലും അതൊരു തടസ്സമല്ല എന്ന് സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അകലങ്ങളിലിരിക്കുന്ന തൻ്റെ മകനു വേണ്ടി പ്രാർത്ഥിക്കാൻ, മകനെ സുഖപ്പെടുത്തണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ആ രാജ്യസേവകൻ 45 കിലോമീറ്റർ ദൂരം താണ്ടി യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്നത്. അവൻ്റെ ആവശ്യമുണർത്തിക്കുമ്പോൾ അങ്ങ് ദൂരെയിരിക്കുന്ന മകൻ ഈശോയുടെ ഒരു വാക്കുകൊണ്ട് അവന് സൗഖ്യം ലഭിക്കുകയാണ്. അവനും അവൻ്റെ കുടുംബവും ഈശോയിൽ വിശ്വസിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ നമ്മുടെ ആ പ്രതിസന്ധികളെ ഈശോയ്ക്ക് സമർപ്പിക്കണം. എന്തിനാണ് ഈ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്, പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്? ഈ രാജ്യസേവകന്റെ ജീവിതം എടുത്തൊന്ന് പരിശോധിച്ചാൽ അവൻ്റെ മകൻ്റെ രോഗാവസ്ഥ എന്ന ഈ ഒരു വലിയ പ്രതിസന്ധി അവൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴാണ് അവൻ ഈശോയെ അന്വേഷിച്ചുകൊണ്ട് ഈശോയുടെ അടുക്കൽ വരുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില താളപ്പിഴകൾ ഉണ്ടാകുമ്പോൾ, ചില പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ചില വേദനകൾ ഉണ്ടാകുമ്പോൾ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ, കണക്കൂട്ടലുകൾക്ക് അപ്പുറമായിട്ട് ജീവിതം അങ്ങ് തെന്നിമാറുമ്പോൾ നമ്മൾ ഈശോയുടെ അടുക്കിലേക്ക് വരാനുള്ള ഒരു സാഹചര്യമാക്കി അതിനെടുക്കണം. ഒരുപക്ഷെ എല്ലാം നന്നായിട്ട് പോകുമ്പോൾ നമ്മൾ ഒരുപക്ഷെ ഈശോയെ അങ്ങ് കാര്യമായിട്ട് ഗവനിക്കില്ല. എല്ലാം നന്നായിട്ട് പോകുമ്പോൾ ഈശോയെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട വിധത്തെ ഉൾക്കൊള്ളില്ല. ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ അവൻ്റെ അടുക്കലേക്ക് ഓടി അണയണം. രാജ്യസേവകൻ നമ്മളെ കാണിച്ചു തരുന്നതും അതുതന്നെയാണ്. ഈ ബുദ്ധിമുട്ട് ഇല്ലായിരുന്നുവെങ്കിൽ അവൻ ഈശോയെ അന്വേഷിക്കില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ചില ബുദ്ധിമുട്ടുകൾ കടന്നു വരുമ്പോഴാണ് നമ്മൾ ഈശോയെ അന്വേഷിക്കുന്നത്. അവൻ്റെ അടുക്കലേക്ക് ആശ്വാസത്തിന് വേണ്ടി നമ്മൾ കടന്നു വരുന്നത്. മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രസക്തി ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കാണാം. ആ രാജ്യസേവകൻ തൻ്റെ കുഞ്ഞിനു വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ. അമ്മ, നമ്മുടെയൊക്കെ മക്കൾ ഒരുപക്ഷെ ഭവനത്തിൽ നിന്ന് ദൂരെയായിരിക്കും, പഠന മേഖലയിലായിരിക്കാം, ജോലി സ്ഥലങ്ങളിലായിരിക്കാം. ഒരു മധ്യസ്ഥ പ്രാർത്ഥന കുടുംബത്തിനു വേണ്ടി, മക്കൾക്കു വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിൻ്റെ അൾത്താരയിൽ നിന്ന് ഉയരണം. അങ്ങനെ ഉയരുമ്പോൾ അങ്ങ് ദൂരെയായിരിക്കുന്ന മക്കൾക്ക് ദൈവീകമായ വലിയ ഒരു സംരക്ഷണം അവിടെ ജീവിതത്തിൽ ലഭിക്കും. മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രസക്തിയെക്കുറിച്ച് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അമ്മ പ്രാർത്ഥിക്കണം മക്കൾക്ക് വേണ്ടി. 2 അത്ഭുതങ്ങളാണ് ഈശോ കാനായിൽ വെച്ച് നടത്തിയിട്ടുള്ളത്. ഒന്ന് വെള്ളം വീഞ്ഞാക്കിയതും, രണ്ടാമത്തെ അത്ഭുതം എന്ന് പറയുന്നത് ഈ രാജ്യസേവകന്റെ മകനെ സുഖപ്പെടുത്തുകയാണ്. നമ്മുടെ വേദനയിൽ യേശുവിനെ നമുക്ക് ആവശ്യമുണ്ട്. ആ യേശുവിലേക്ക് നമ്മൾ തിരിച്ചു വരണം. പ്രതിസന്ധികൾ പരാജയത്തിന് അടയാളമായിട്ട് കാണാതെ വിജയം നൽകുന്നവൻ്റെ അടുക്കിലേക്ക് പോകാനുള്ള ഒരു മാർഗമാക്കി നമുക്കെടുക്കാം. ഗോഡ് ബ്ലെസ് യു.
ആമേൻ.